അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ചെറിയ ജോലി കിട്ടി. അബുദാബിയിലാണ്. ജോലി സ്ഥലം എവിടെയാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം ഇച്ചിരി കൂടിയ സ്ഥലത്തെ ജോലിയാണ്. അതുകൊണ്ട് ജോലി സ്ഥലം ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, അത് പുറകാലം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നേരിടും ഒരു ജോലി കിട്ടാൻ. ഈവൻ ട്രേഡുള്ളവരാണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരിക്കും കഷ്ടപ്പെടാതെ ജോലി കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ജോലി കിട്ടി. എൻ്റെ അക്കോമഡേഷൻ ഞാൻ കാണിച്ചുതരാം. ഇവിടെയാണ് എൻ്റെ ബെഡ്. പിന്നെ ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ എൻ്റെ റൂമിലുണ്ട്. മൊത്തം 2 പേരുള്ള റൂമാണ്. കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പേർക്കും ഡബിളായിട്ടുള്ള കബോർഡുകളുണ്ട്. നല്ല അടിപൊളി സൂപ്പർ റൂമാണ്. നല്ല സ്പ്ലിറ്റ് എ സിയും കാര്യങ്ങളൊക്കെ വെച്ച ഒരു അടിപൊളി ഒരു സെറ്റപ്പ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഈ ജോലി കിട്ടുന്നത്. അതിൻ്റെ വിസ പ്രോസസ്സിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര ഹാപ്പി. UAE വന്നൊരു ജോലി കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ജോലി എനിക്ക് ആക്കി തന്നത് ഒരു യൂട്യൂബറാണ്. അദ്ദേഹത്തെ ഞാൻ പിന്നെ അദ്ദേഹത്തെ നേരിൽ പോയി കാണുമ്പോൾ എൻ്റെ വീഡിയോയിലൂടെ, എൻ്റെ ചാനലിലൂടെ ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും UAE വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ ഒരുപാട് ഓൺലൈനിൽ കൂടെയൊക്കെ ഒരുപാട് അപേക്ഷിച്ചിട്ടൊന്നും എന്നെ വിളിച്ച് ജോലിക്കൊന്നും ക്ലിയർ ആയിട്ടില്ല. കാരണം ഏജിൻ്റെ പ്രശ്നമാണ്. 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജോബ് കിട്ടാൻ ഭയങ്കര പാടാണ്, പ്രത്യേകിച്ച് കമ്പനികളിൽ. അതായത് ഏജ് ഓവറായി കഴിഞ്ഞാൽ കമ്പനികളാരും നമ്മളെ പരിഗണിക്കത്തില്ല. എന്താ അറിയില്ല. കാരണം ഈ ഇൻഷുറൻസിനൊക്കെ ഒരുപാട് പൈസയാകും. ഇൻഷുറൻസ് തുക, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പ്രീമിയം എടുക്കാനൊക്കെ ഒരുപാട് പൈസയാകും. അപ്പോൾ അതുകൊണ്ടാണ് അവരെടുക്കാത്തത്. 35 വയസ്സ് വരെയൊക്കെ ഉള്ളവരെയൊക്കെ ഈസിയായിട്ട് അവരെടുക്കും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി എനിക്കൊരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ എല്ലാ ഫേസ്ബുക്ക്, യൂട്യൂബ് ഫ്രണ്ട്സിനും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും ഉള്ള സന്ദർഭമൊന്നും കിട്ടില്ല. ജോലി നമ്മൾ തിരക്കി വന്നു കഴിയുമ്പം നമുക്കതിനൊന്നും സമയം കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. കാരണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്തായാലും പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനി ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. നല്ല നല്ല വീഡിയോകളായിരിക്കും. നല്ല അടിപൊളി സെറ്റപ്പ് വീഡിയോകളായിട്ടായിരിക്കും ഇനി വരുന്നത്. ഇനി നമുക്ക് UAEയിലെ വീഡിയോസ്, അതായത് UAEയിലെ വിശേഷങ്ങൾ, ഞാൻ പോകുന്നിടത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യും. സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസ വന്നിട്ട് ജോബ് നോക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അക്കോമഡേഷൻ വേണം, നമുക്ക് ചിലവിനുള്ള പൈസ വേണം. അതുപോലെ നമുക്ക് വണ്ടി സൗകര്യം ഇല്ലെങ്കിൽ വാഹനങ്ങൾ വിളിച്ച്, അതായത് ടാക്സിയൊക്കെ വിളിച്ച് നമ്മൾ ഇൻ്റർവ്യൂസിനൊക്കെ പോകേണ്ടി വരും. നല്ല ഭീമമായ തുക നമുക്ക് ചിലവാകും. എനിക്ക് കുറേ പൈസ ചിലവായി. എന്തായാലും ഒരു നല്ല ജോബാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ജോബ്, നല്ല റൂം കിട്ടി, നല്ല ഫെസിലിറ്റി കിട്ടി, നല്ല ഫുഡുണ്ട്, എല്ലാം. അതായത് ഫുഡും അക്കോമഡേഷനും ഫ്രീ ആണ്. ശമ്പളം നമുക്ക് അതേപാട് നാട്ടിലേക്ക്. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇച്ചിരി ടയർഡെന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ വിസിറ്റിംഗ് വിസ വന്നിട്ട് ഞാൻ 2 മാസം ജോബ് നോക്കി, കിട്ടിയില്ല. പിന്നെ ഞാൻ വിസിറ്റിംഗ് വിസ എക്സ്റ്റെൻഡ് ചെയ്തു മസ്കറ്റിൽ പോയിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് പിന്നെ ജോബ് അന്വേഷിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്ത്, ഇങ്ങനെ ഒരു യൂട്യൂബ് സുഹൃത്ത് വന്നിട്ട് എനിക്കൊരു ജോലി അറേഞ്ച് ചെയ്ത് തന്നത്. ജസ്റ്റ് നമ്പർ വന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു, ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെ ജോബ് കിട്ടി. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പുതിയ വീഡിയോയുമായിട്ട്
കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ.